നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവിൻ്റെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട് എല്ലാ സാഹചര്യവും നേരിടാൻ. കാരണം എൻ്റെ കയ്യിൽ ഉള്ള ശക്തിക്ക് അനുസരിച്ചുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ മുന്നിൽ എല്ലാ സിറ്റുവേഷനും വരുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഓരോ സാഹചര്യം വരുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ വിചാരിക്കരുത് എനിക്ക് പറ്റാത്തത് എൻ്റെ മുന്നിൽ വരണേ. അല്ല, പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ആ സാഹചര്യം ക്രോസ് ചെയ്ത് വിജയിച്ചിട്ട് തിരിഞ്ഞു നോക്കൂ. അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എൻ്റെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഈ പരീക്ഷണം എൻ്റെ മുന്നിൽ വന്ന് അത് വെല്ലുവിളി നേരിട്ട് മുന്നിലേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണ കുറച്ചും കൂടി നമ്മുടെ പവർ കൂടുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് പ്രോപ്പർ നോളജ്, ആത്മീയ ജ്ഞാനം വേണം നമുക്ക്. കാരണം ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കരുത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണേ. ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നേരിടണം എന്നുള്ള അവബോധവും നമുക്ക് നൽകുന്നത് ജ്ഞാനമാണ്. ജ്ഞാനബലം ഏറ്റവും വലിയൊരു കരുത്താണ്. മരണം തന്നെ നോക്കൂ, ഒരാൾ മരിച്ചാൽ നമുക്കതിൻ്റെ പിന്നിലെ ജ്ഞാനമുണ്ടെങ്കിൽ മരണം ഇതേ ഉള്ളൂ. ആത്മാവ് ഒരു ശരീരം വിടുന്നു, അടുത്ത ശരീരം എടുക്കാൻ പോവാണ്. അത് മരിച്ചത് ചെറിയ കുട്ടിയാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെങ്കിലും നമുക്ക് ആ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ പോയിട്ടില്ല, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, വേറൊരു വീട്ടിലേക്ക് പോയി അടുത്ത ഡ്രസ്സ് ഇടാൻ പോയതാണ്. ഈ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആ സിറ്റുവേഷൻ നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് വേണ്ടത് ആ സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കരുത്ത് വേണം. ആ എക്സ്ട്രാ കരുത്താണ് നമുക്ക് ജ്ഞാനത്തിലൂടെ യോഗത്തിലൂടെ പ്രാപ്തമാകുന്നത്. കാരണം ഇത് പരിഹരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, നമുക്ക് നേരിടാൻ മാത്രമേ കഴിയുള്ളൂ, അഭിമുഖീകരിക്കാൻ മാത്രമേ കഴിയൂ. എന്തായാലും അഭിമുഖീകരിക്കണം. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല രീതിയിൽ അഭിമുഖീകരിക്കണം. അതിനാണ് ശക്തിയുടെ ആവശ്യം. കരഞ്ഞും വിളിച്ചും എല്ലാവരും ചെയ്യണത് പോലെ ചെയ്യാൻ പ്രത്യേകിച്ച് പവറൊന്നും വേണ്ട. പക്ഷെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, മനസാന്നിധ്യം കൈവിടാതെ ഹാൻഡിൽ ചെയ്യാൻ, അവിടെയാണ് ശക്തി നമുക്ക് ഉപയോഗപ്പെടുന്നത്. അവിടെയാണ് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്.